الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما. സഹോദരിമാരെ സഹോദരന്മാരെ, നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് 25 ആയത്തുകൾ വരെയാണ്. ഇനി മനസ്സിലാക്കാനുള്ളത് 26-ാമത്തെ ആയത്ത് മുതലാണ്. 26 മദീന മുസ്ഹഫിലെ 532-ാമത്തെ പേജ്. 532-ാമത്തെ പേജ് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان. ഇൻഷാ അല്ലാഹ് അത്രയും വചനങ്ങളാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി ഇതിലുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിക്കുക. കുല്ലു മൻ അലൈഹ അവിടെ ലീൻ, ലാമ് ഫത്തുള്ളതിന് ശേഷം സുക്കൂനായ അലൈ എന്ന രൂപത്തിൽ പാരായണം ചെയ്യണം. അലൈഹ ഫാൻ അവിടെ സുക്കൂന് കൊണ്ടാണ് വഖഫാക്കേണ്ടത്, നിർത്തേണ്ടത്. സുക്കൂനുള്ള അക്ഷരത്തിന് മുമ്പ്, അതായത് നൂനിന് മുമ്പ് അലിഫുള്ളത് കൊണ്ട് തന്നെ, നീട്ടാനുള്ള അലിഫുള്ളത് കൊണ്ട് അവിടെ മദ് ആരിദുൽ സുക്കൂൻ എന്ന നിയമം ബാധകമാണ്. 2, 4, 6 ഹർക്കത്തുകൾ വരെ നീട്ടാം. കുല്ലു മൻ അലൈഹ ഫാൻ വയബ് ബ കൽക്കല എന്ന വിശേഷണമുള്ള അക്ഷരത്തിൽപ്പെട്ടതാണ്. വയബ് വജ്ഹു അവിടെ ജീമും ബാഉം കൽക്കലയുടെ സ്വഭാവമുള്ളതാണ്. യബ് വജ് ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക് അവിടെ ശ്രദ്ധിക്കണം. ഇക്റാം, കാഫിന് സുക്കൂൻ വന്നാൽ അപ്രകാരമാണ് ഓതേണ്ടത്. ഇക്റാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അടുത്ത ആയത്ത് യസ്അലുഹു അവിടെ ഹാഇന് ശേഷം ചെറിയൊരു അലിഫ്,
ചെറിയൊരു വാവ്, വാവ് സഗീറയെ കാണാൻ സാധിക്കും. അല്പം നീട്ടണം. യസ്അലുഹു മൻ, യസ്അലുഹു മൻ, അത് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാവാണ്. മ സുക്കുന നൂനിന് ശേഷം ഫ, ഇഖ്ഫ ആണ് നിയമം. ഗോപ്യമാക്കി മണിക്കുക എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. മൻഫി അസ്സമാവാതി വൽ അർദ്, വൽ അർദ്, അവിടെ അർദ് എന്ന് നിർത്തരുത്, ശ്രദ്ധിക്കേണ്ടതാണ്. വൽ അർദ് കുല്ല യൗമിൻ, കുല്ല യൗ, സുക്കൂനായ വാവിന് മുമ്പ് ഫത്ഹുള്ള അക്ഷരം, ലീനിൻ്റെ നിയമമാണ്. യൗമിൻ ഹുവ ഫീ ശഅൻ, ഹുവ ഫീ ശഅൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സനഫ്റുഗു, സനഫ്റുഗു, ഗൈന് സനഫ്റുഗു, ഫായിന് സുക്കൂനാണ്, ശ്രദ്ധിക്കണം, ലമ്മയല്ല. സനഫ്റുഗു ലക്കും അയ്യുഹ, അയ്യുഹസ്സഖ, അയ്യുഹസ്സഖലാൻ, സഖലാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇനി ഒരുമിച്ച് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുർ റഹ്മാനിൽ മനുഷ്യർക്ക് നൽകിയ നിഅമത്തുകളെ ഓർമ്മപ്പെടുത്തി വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത്, സൂചിപ്പിച്ചത് കടലിൽ നിന്നും മനുഷ്യർക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ചാണ്. അങ്ങനെ നിഅമത്തുകൾ പറഞ്ഞു വന്ന് അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനക്ക് ഒരു താക്കീത് നൽകുകയാണ്. ഇതൊക്കെ നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കഴിവുണ്ട് ഇതിനെല്ലാം നശിപ്പിക്കാൻ എന്നുള്ള രൂപത്തിലൊരു താക്കീതാണ് അടുത്ത ആയത്തിലുള്ളത്. കുല്ലു, കുല്ലു പറഞ്ഞാൽ കുല്ലു എല്ലാം, മൻ എല്ലാവരും, കുല്ലുമൻ എല്ലാവരും, അലൈഹ അതിൻ്റെ മുകളിലുള്ള, അതായത് ഭൂമിയുടെ മുകളിലുള്ള എല്ലാവരും, ഫാൻ നശിക്കുന്നവരാകുന്നു, നശിക്കും. കുല്ലുമൻ അലൈഹ ഫാൻ,
ഭൂമിയുടെ മുകളിലുള്ള എല്ലാവരും നശിക്കും. മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി പറയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, അംബഅ ബിമാ ഖലഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സൃഷ്ടിച്ചതിനെ കുറിച്ച് അറിയിച്ചു നൽകി. സുമ്മ അംബഅ, വീണ്ടും അറിയിക്കുകയാണ്, അന്ന ദാലിക കുല്ലഹു ഖാൻ, എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നതിലേക്ക് മടങ്ങും, അതായത് ഒന്നില്ലായ്മയിലേക്ക് മടങ്ങും എന്നുള്ളത്. ഇമാം ഷഅബി റഹ്മത്തുള്ളാഹി അതുപോലെ തന്നെ പല മുഫസ്സിരീങ്ങളും പറഞ്ഞതായി കാണാൻ സാധിക്കും. കുല്ലുമൻ അലൈഹ ഫാൻ എന്ന് പറഞ്ഞ് ഫലാ തസ്കുത് ഹത്താ തഖ്റ, നീ നിർത്തരുത്. ആയത്തിലുള്ളത് ഭൂമിയുടെ മേലുള്ളവ എല്ലാം നശിക്കും. മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും. യുഖ്ബിറു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്, അന്ന ജമീഅ അഹ്ലിൽ അർദി സയദ്ഹബൂന വയമൂതൂന അജ്മഊൻ, ഭൂമിയിലുള്ള എല്ലാം പോകും, നശിക്കും. വകദാലിക അഹ്ലുസ് സമാവാത് ഇല്ലാ മൻ ശാ അല്ലാഹ്, അതുപോലെ ആകാശത്തുള്ളവയും അള്ളാഹു ഉദ്ദേശിച്ചത് ബാക്കിയാകും. എല്ലാം നശിക്കും, അള്ളാഹു ഉദ്ദേശിച്ചത് ബാക്കിയാകും. എന്നിട്ട് പറയാം, വലാ യബ്ക അഹദുൻ സിവാ വജ്ഹിൽ കരീം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹല്ലാതെ ബാക്കിയൊന്നും ബാക്കിയാവുകയില്ല, മറ്റൊന്നും ബാക്കിയാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നശിക്കുകയില്ല, മരിക്കുകയില്ല. ബൽ ഹുവ ഹയ്യുൽ ലദീ ലാ യമൂതു അബദൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദിവസേന ദുആ ചെയ്യാൻ വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്ന അദ്കാറുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു അദ്കാറുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യൂമും ഖയ്യൂമായ റബ്ബേ, അസ്തഗീസു ബിറഹ്മതിക അസ്തഗീസു, നിന്റെ റഹ്മത്തിനെ കൊണ്ട് ഞങ്ങൾ സഹായം ചോദിക്കുക. അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യത്തിനെയും നീ ശരിയാക്കി നൽകണം. വലാ തകിൽനി ഇലാ അൻഫുസിനാ തൊറഫത ഐൻ, കണ്ണ് ഇമവെട്ടുന്ന സമയം പോലും ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കരുതേ എന്ന് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകൾക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഉപദേശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എല്ലാവരും മടങ്ങും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ തെളിവുണ്ട്, ഭൂമിയുടെ മുകളിലുള്ള എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരപ്പാക്കും എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലെ 7-8 വചനങ്ങളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, തീർച്ചയായിട്ടും ഭൂമിയുടെ മുകളിലുള്ള മരങ്ങൾ, അതുപോലുള്ള മലകൾ, പർവ്വതങ്ങൾ, ഇതെല്ലാം അതിനെ സീനത്താക്കി, അലങ്കാരമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അതിൻ്റെ മുകളിലുള്ള മനുഷ്യനെയും ജിന്നിനെയും ആരാണ് ഏറ്റവും കൂടുതൽ അതിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക, ഏറ്റവും നല്ല അമലുകൾ ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് പറയാണ്, വ ഇന്ന, തീർച്ചയായിട്ടും നാം ലജാഇലൂന, അതിനാക്കുക തന്നെ ചെയ്യും, മാ അലൈഹ സഈദൻ ജുറുസ, അതിൻ്റെ മുകളിൽ ഒന്നുമില്ലാത്ത നിരപ്പായ ഒരു ഗ്രൗണ്ട് രൂപത്തിൽ അതിനാക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ജുറുസ എന്ന് പറഞ്ഞാൽ ഖാലിയത്തൻ, ഒന്നുമില്ല, നിരപ്പായ രൂപത്തിൽ. അതുപോലെ തന്നെ സൂറത്ത് ത്വാഹയിൽ പറയുന്നതായി കാണാൻ സാധിക്കും, യസ്അലൂനക അനിൽ ജിബാൽ, നിന്നോട് പർവ്വതങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ഫഖുൽ, നീ പറയുക, യൻസിഫുഹ റബ്ബി നസ്ഫ, എൻ്റെ റബ്ബ് അതിനെ ഒരു നിരപ്പാക്കൽ, നിരപ്പാക്കും, പൊടിച്ചു കളയും, പർവ്വതങ്ങളെ പൊടിച്ചു കളയും. ഫയദറുഹ ഖാഅൻ സഫ്സഫ, അതായത് ഭൂമിയെ നിരപ്പാക്കിങ്ങാണ്ട് ഒരു ഉന്തും മഴയും അതുപോലെ തന്നെ കയറ്റവും ഇറക്കവും മലകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ആക്കും എന്ന് സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മനുഷ്യൻ വീണ്ടും വീണ്ടും നമ്മൾ സ്വന്തത്തെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്, മനുഷ്യൻ്റെ എല്ലാ
മനുഷ്യൻ ഇവിടെ നിത്യവാസിയല്ല എന്നുള്ളതാണ്. ഏത് സമയത്തും മടങ്ങേണ്ടി വരും. ആർക്കും ഇവിടെ നിത്യവാസമില്ല ദുനിയാവിൽ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ മടക്കപ്പെടുന്ന സ്ഥലത്തിന് വേണ്ടി അവിടെയുള്ള പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ മേലും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയബ്ക വജ്ഹു റബ്ബിക, വയബ്ക ബാക്കിയാകും, വജ്ഹു റബ്ബിക നിന്റെ റബ്ബിൻ്റെ മുഖം. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം. നിന്റെ റബ്ബിൻ്റെ മുഖം ബാക്കിയാകും, അതായത് ബാക്കിയുള്ളതെല്ലാം നശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാകും. എങ്ങനെയുള്ളവനാണ് റബ്ബ്? ദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്റാമും ഉള്ളവൻ. ഇവിടെ യബ്ക എന്ന് പറഞ്ഞാൽ അത് ബാക്കിയാകും, ബക. അതിന്നാണ് നമ്മൾ മലയാളത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ബാക്കി എന്ന് വന്നത്. ബക യബ്കി എന്നുള്ള ഫിഅലിൽ നിന്നാണ്, ബക യബ്ക എന്നുള്ള ഫിഅലിൽ നിന്നാണ് ബാക്കി എന്നുള്ളത് മലയാളത്തിലേക്ക് എടുത്തത്. അടിസ്ഥാന അറബിയാണത്. അതായത് ബാക്കിയാകും എന്നുള്ള അർത്ഥം. വജ്ഹു റബ്ബിക നിന്റെ റബ്ബിൻ്റെ വജ്ഹ്. എന്താണ് ഇവിടെ വജ്ഹ് എന്നുള്ളതിൻ്റെ ഉദ്ദേശം? അടിസ്ഥാനപരമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു സുന്നത്തിലും വജ്ഹ് എന്ന് വന്നാൽ എന്താണത്? മുഖം. അവിടെ മറ്റൊന്നും അർത്ഥം വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ അതിന് പ്രതിഫലം എന്നെല്ലാം പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സായിദ വജ്ഹ് എന്ന് ഈ ആയത്തിൽ കൂടുതലായിട്ട് വന്നതാണ്. വയബ്ക റബ്ബുക ദിൽ ജലാൽ വൽ ഇക്റാം എന്ന് ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ. വജ്ഹ് എന്നുള്ളത് അധികരിച്ചു വന്നതാണെന്നെല്ലാം പറയുന്നതായി കാണാൻ സാധിക്കും. അത് യഥാർത്ഥത്തിൽ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതിനെതിരായിട്ടുള്ള കാര്യമാണ്. വജ്ഹ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുഖമുണ്ട്. സൃഷ്ടികളെ പോലുള്ള മുഖമല്ല അള്ളാഹുവിനുള്ളത്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അവനെപ്പോലെ യാതൊന്നുമില്ല. അവനെപ്പോലെ യാതൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിച്ച രൂപത്തിൽ, അള്ളാഹുവിൻ്റെ ജലാലത്തിന് മഹത്വത്തിന് യോജിച്ച രൂപത്തിലുള്ള മുഖം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് എന്നുള്ളത് ഇതുപോലുള്ള ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, വയബ്ക വജ്ഹു റബ്ബിക നിന്റെ റബ്ബിൻ്റെ വജ്ഹ് ബാക്കിയാകും. എങ്ങനെയുള്ളവനാ റബ്ബ്? ദു എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഉള്ളവൻ. ദു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ. എങ്ങനെയുള്ളവൻ? എന്തുള്ളവൻ? അൽ ജലാൽ, ജലാലത്തുള്ളവൻ. എന്താണ് ജലാൽ എന്ന് പറഞ്ഞാൽ? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് ദുൽ അലമ, മഹത്വമുള്ളവൻ. മഹത്വമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള റബ്ബിൻ്റെ മുഖം ബാക്കിയാകും. വൽ ഇക്റാം, അതുപോലെ തന്നെ ഇക്റാം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ അതിന് അർത്ഥം വെക്കാവുന്നതാണ്. ഒന്ന്, അള്ളാഹു ആദരിക്കപ്പെട്ടവനാണ്. സൃഷ്ടികൾ അള്ളാഹുവിനെ ആദരിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥം. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് പ്രതിഫലമായിക്കൊണ്ട് സ്വർഗം നൽകുമ്പോഴുള്ള ആദരവ്. ഈ രണ്ട് രൂപത്തിൽ ഇക്റാമിന് വിശദീകരണം നൽകിയതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ മഹത്തായിട്ടുള്ള വിശേഷണമാണ് ജലാലും ഇക്റാമും. സിഫത്തുകളാണ്. ജലാലത്തുള്ളവനും അതുപോലെ തന്നെ ഇക്റാമുള്ളവനും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മഹത്വമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ബാക്കിയാകുക. അള്ളാഹു ഉദ്ദേശിച്ചവരും. സൂറത്തുൽ ഖസസിൽ 88-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും, കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. എല്ലാം നശിക്കും അവൻ്റെ വജ്ഹല്ലാതെ, മുഖമല്ലാതെ. അള്ളാഹുവിൻ്റെ മുഖമല്ലാതെ എല്ലാം നശിക്കും എന്ന് ആയത്തുകളിൽ കാണാൻ സാധിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാകും എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാണ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.
മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ റബ്ബിൻ്റെ, രണ്ടുപേരുടെയും റബ്ബിൻ്റെ ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? ഏത് അനുഗ്രഹത്തെ നിങ്ങൾ വ്യാജമാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റഹ്മാൻ മനുഷ്യർക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർക്ക് വരാനുള്ളൊരവസ്ഥ, പരലോകത്തെക്കുറിച്ച് അവർ നശിക്കും, ഭൂമിയിലുള്ള എല്ലാവരും നശിക്കുമെന്നുള്ള പെടുത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ റബ്ബിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യസ്അലുഹു അവനോട് ചോദിക്കും, അവനോട് ചോദിക്കുന്നു. യസ്അലു എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു, ഹു അവനോട്. ആരാ ചോദിക്കുന്നത്? മൻ ഫിസ് സമാവാതി വൽ അർദ്, മൻ ഒരുത്തൻ, മൻ ഫിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ എല്ലാവരും അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ആകാശത്ത് ഭൂമിയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം ഓരോ കാര്യങ്ങൾ, ഒരാവശ്യങ്ങൾ. ആരും അതിൽ നിന്ന് ഒഴിവല്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിനോടുള്ള ചോദ്യമുള്ളത്. മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ഒന്നാമത്തേത്, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ, എന്താവശ്യം ഉണ്ടെങ്കിലും മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമെന്നുള്ളത്. എന്താവശ്യം? ദുനിയാവിലെ ആവശ്യങ്ങൾ. ഒന്നാമത്തേത് അതായത് ദുആ, അത് ഇബാദത്താണ്. അത് ഇബാദത്താണ്, ദുആ എന്നുള്ള ഇബാദത്ത്. രണ്ടാമതാകട്ടെ, മുഅ്മിനീങ്ങളല്ലാത്തവരുടെ മനസ്സിലുണ്ടാകുന്ന തേട്ടം, അതെല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകും, അതല്ലാത്തവർക്കും ഉണ്ടാകും. ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള തേട്ടം. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട്, സൃഷ്ടാവിനോടുള്ള തേട്ടത്തിലേക്കാണ് എത്തുന്നത്. എല്ലാവരുടെ മനസ്സിലുള്ള ഒരു തേട്ടം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഇതും അള്ളാഹുവിനോടുള്ള ചോദ്യമാണ് എന്ന് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും. അതായത് ആകാശത്തും ഭൂമിയിലുള്ളവരെല്ലാവരും അള്ളാഹുവിനോട് ചോദിക്കും. അള്ളാഹുവിനോട് ചോദിച്ചാലേ ഉത്തരം ലഭിക്കുകയുള്ളൂ. കാരണം അള്ളാഹുവിനാണ് ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു മാത്രമേ അതിന് കഴിവുള്ളവനുള്ളൂ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ നമ്മളിത് മുമ്പ് മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവാണ് ഉത്തരം നൽകുന്നവൻ, അള്ളാഹു മാത്രമാണ് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ, അള്ളാഹുവിനോട് മാത്രമേ അതുകൊണ്ട് ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥമുള്ള ആയത്തുകൾ നമുക്കൊരുപാട് കാണാൻ സാധിക്കും. അടുത്ത ഭാഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലയൗമിൻ എല്ലാ ദിവസവും, ഹുവ അവൻ, അതായത് അള്ളാഹു, ഫീ ശഅൻ ഓരോ കാര്യത്തിലാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകുകയാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ഓരോ കാര്യത്തിലാകുന്നു. ഈ വിഷയത്തിൽ വന്നൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മാജ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല തലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹിൽ ആയ, ഈ ഒരു ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ എന്നുള്ള ഭാഗം ഓതിക്കൊണ്ട്, ഫഖുൽന, ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ദാക ശഅൻ, എന്താണ് ആ കാര്യം, എന്ത് കാര്യത്തിനാണ് റബ്ബ് എന്നാണ് അവിടെ പറയുന്നത്? ഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ യഗ്ഫിറ ദംബൻ, പാപങ്ങൾ പൊറുക്കാൻ. അൻ യഗ്ഫിറ ദംബൻ, പാപങ്ങൾ പൊറുക്കാൻ. വയുഫർരിജ കർബൻ, പ്രയാസങ്ങൾ വിശാലമാക്കാൻ, പ്രയാസങ്ങളിൽ ആളുകൾക്ക് അത് വിശാലമാക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ വയർഫഅ ഖൗമൻ, ചില ആളുകളെ ഉയർത്താൻ, വയദഅ ആഖരീൻ, മറ്റു ചിലരെ താഴ്ത്താൻ. ചില സമൂഹങ്ങളെ ഉയർത്തും, ചില സമൂഹങ്ങളെ താഴ്ത്തും. ദിവസേന നടക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലാണ് എന്നുള്ളത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാമെന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ഖത്താദ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ലാ യസ്തഗ്നി അൻഹു അഹ്ലുസ് സമാവാതി വൽ അർദ്, ഈ ആയത്തിൽ തെളിവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ആകാശത്തും ഭൂമിയുമുള്ളവർ ഒരിക്കലും ധന്യരാകുന്നില്ല.
എല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. എല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. അവനാകട്ടെ യുഹീ ഹയ്യൻ, ജീവിപ്പിക്കുന്നു, വയുമീതു മയ്യിതൻ, മരിപ്പിക്കുകയും, വറബ്ബി സഗീറൻ വയഫുക്കു അസീറൻ, അതുപോലെ സൃഷ്ടികളുടെ മറ്റാവശ്യങ്ങൾ നിർവഹിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള റബ്ബിലേക്കാണ് നമ്മൾ ചോദിക്കേണ്ടത്. അവൻക്ക് മാത്രമാണ് ഇതിന് കഴിവുണ്ടായിരിക്കുക എന്നുള്ളതിനെ അറിയിക്കുന്ന ആയത്താകുന്നു ഇത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബിൻ്റെ ഏത് നിഅമത്തിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്, കളവാക്കുന്നത് എന്ന് വീണ്ടും ചോദിച്ചു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സനഫ്റുഗു ലക്കും ഹയ്യുവസ്സഖലാൻ. സനഫ്റുഗു എന്ന് പറഞ്ഞാൽ ഫറഗ, ഒഴിഞ്ഞു നിൽക്കുക, ഒഴിവാക്കുക. സനഫ്റുഗു, നിങ്ങൾക്ക്, സനഫ്റുഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടുത്ത് ഒഴിഞ്ഞു നിൽക്കും. അയ്യുഹസ്സഖലാൻ, രണ്ട് സഖലാനുകളെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു തഹ്ദീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു താക്കീതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറബികൾ സാധാരണ ഉപയോഗിച്ചതായിരുന്നു ഇപ്രകാരമുള്ള സംസാരങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ലേശം പണിയിലാണ്, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ശരിയാക്കും എന്നുള്ളത് അറബികൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഭാഷയിലുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നുകളോടും പറയാണ്, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പിന്നീട്, സാനിലെ പിന്നീട് എന്നുള്ള അല്പസമയം കഴിഞ്ഞ് എന്നുള്ള അർത്ഥത്തിന് വേണ്ടി വരുന്നതാണ്. സനഫ്റുഗു ലക്കും അയ്യുഹസ്സഖലാൻ, നിങ്ങൾക്ക് വേണ്ടി പിന്നീട് ഞാൻ ഒഴിഞ്ഞു നിൽക്കും. രണ്ട് സമൂഹമേ. സഖലാൻ എന്ന് പറഞ്ഞാൽ രണ്ട് സമൂഹമേ എന്നുള്ള, സഖല് കനമുള്ള വിഭാഗം, അതായത് കനം ഏൽപ്പിച്ചവർ, മനുഷ്യരും ജിന്നുകളുമാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. സഅദി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയാണ്, എന്താണ് ഐ സനഫ്റുഗു ലിഹിസാബിക്കും, നിങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു നിൽക്കും. വമജാസാതിക്കും ബിഅമാലിക്കുമുല്ലതി അമിൽതുമൂഹാ ഫീ ദാരിദ്ദുനിയ, ദുനിയാവിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നുള്ളതിനെ ഉറപ്പിച്ച് പറയണം. മനുഷ്യനെ ഓർമ്മപ്പെടുത്താണ്, നമ്മെ ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ വിചാരണ അതിനു വേണ്ടി തയ്യാറാകേണ്ടവരാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്താണ്. അതായത് ഇബ്നു ജുറൈജ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും, സനഫ്റുഗു ലക്കും എന്ന് പറഞ്ഞാൽ സനഖ്ളീ ലക്കും, നിങ്ങൾക്കിടയിൽ വിധി നടപ്പിലാക്കും. എവിടെ വെച്ചിട്ട്? പരലോകത്ത് വെച്ചിട്ട്. അതാണ് സ എന്നുള്ളിടത്ത്. സ എന്ന് പറഞ്ഞാൽ പിന്നീട്, മുസ്തഖ്ബൽ എന്നുള്ള അർത്ഥാണ്. ഫിഅ്ലു മുദാരിഅയുടെ കൂടെ, ഫിഅ്ലു മുദാരിഅൻ്റെ കൂടെ സായും സൗഫയും, കല്ലാ സൗഫ തഅലമൂൻ എന്നുള്ള പോലെ ഇവ രണ്ടും വന്നാൽ പിന്നീട്, അതായത് ഫ്യൂച്ചർക്കുള്ള അർത്ഥം അതിലേക്ക് വരും എന്നുള്ളത് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, സനുഹാസിബുക്കും, എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളെ വിചാരണ നാം ചെയ്യും. ലാ യശ്ഗലുഹു ഷൈഉൻ അൻ ഷൈഇൻ, ആ സമയത്ത് യാതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മറ്റ് ശുഗലുകളൊന്നും ഉണ്ടാവില്ല. കൃത്യമായി കൊണ്ട് വിചാരണ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഹുവ മഅറൂഫുൻ ഫീ കലാമിൽ അറബ്, ഇതുപോലുള്ള പ്രയോഗം അറബികളുടെ സംസാരത്തിൽ ഉള്ളതാകുന്നു. യുഖാലു, പറയപ്പെടും, ലി അതഫറഗന്ന ലക്, നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുക തന്നെ ചെയ്യും. അതായത് ലആഖുദന്നക അലാ ഇസ്സതി, നിന്നെ പിടിക്കുക തന്നെ ചെയ്യും എന്നുള്ള രൂപത്തിൽ പറയുമായിരുന്നുണ്ടായിരുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുകളെയും ഓർമ്മപ്പെടുത്താണ് നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിലനിൽക്കുമെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട സഹോദരന്മാരെ
പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്നില്ല. സ്വന്തം ഹിസാബ് നടത്തുക, വിചാരണ നടത്തുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തൂസനു. നിങ്ങൾ സ്വന്തം വിചാരണ നടത്തപ്പെടുന്നതിന് മുമ്പ് സ്വന്തം വിചാരണ നടത്തുക. സ്വന്തം തൂക്കി നോക്കുന്നതിന് മുമ്പ്, മറ്റൊരാൾ തൂക്കി നോക്കുന്നതിന് മുമ്പ് സ്വന്തം തൂക്കി നോക്കുക. സ്വന്തം അമലുകൾ എത്രത്തോളം ഉണ്ട്, എൻ്റെ കുറവുകൾ എന്തെല്ലാമാണ്. ഓരോ ദിവസവും മുസ്ലിം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. എൻ്റെ തീർന്ന തെറ്റുകൾ, കുറ്റങ്ങൾ എന്തെല്ലാമാണ്. എനിക്ക് ഏതെല്ലാം റവാത്തിബ് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു, എന്താണ് നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ, അതിനു മുമ്പ് ജമാഅത്ത് നിസ്കാരങ്ങൾ ഏതെല്ലാം നഷ്ടപ്പെട്ടു, ഇമാമിൻ്റെ കൂടെ എനിക്ക് എത്ര വക്ത് കൃത്യമായി കൊണ്ട് ലഭിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇനി അത് ലഭിച്ച ആളുകളാണെങ്കിലോ ഇപ്പോൾ 5 വക്ത് ഇമാമിൻ്റെ ഒപ്പം ജമാഅത്ത് ലഭിച്ചു. ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എത്രത്തോളം നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കണം. എത്രത്തോളം അതിൽ ഖുശൂ ഉണ്ടായിരുന്നത് എനിക്ക്. ഞാൻ എന്തെല്ലാമാണ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. സഹോദരന്മാരെ, ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്താണ് ജീവിതത്തിൽ എനിക്ക് ഇന്നത്തെ ദിവസം എന്താണ് കുറവ് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര ഓതി, സുബൈക്ക് മുമ്പ് എണീറ്റ് നിസ്കരിക്കാൻ സാധിച്ചോ, ഇതുപോലുള്ള വിഷയങ്ങൾ ഒരു മുഅ്മിൻ ചിന്തിക്കണം. എന്നിട്ട് ദിവസം അത് അധികരിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്നാണ് തൗഫീഖ്. അത് ചോദിച്ചു കൊണ്ടേയിരിക്കുകയും വേണം. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നാളെ പരലോകത്ത് നിങ്ങൾ ചോദിക്കപ്പെടും. ഈ നിഅമത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ കാണിച്ചോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമുണ്ടാകും. നമുക്ക് നൽകിയ ആയുസ്, സമയം ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയോ എന്നുള്ള ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ ഈ വിഷയം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ആലം. അടുത്ത ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ വദിഖഹു വജില്ലഹ വആഖിറഹു വഅവ്വലഹ വഅലാനിയതഹു വസിറഹ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.